ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് അവിടെ കണ്ടത്. അങ്ങ് ആരാണെന്നുള്ള ചോദ്യം ചോദിച്ചോ? അവിടെ ഇരുന്ന് ഞാൻ കൊണ്ടുപോയ അവല് ഗുരുദേവൻ തിന്നു. കിടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരാൾ എൻ്റെ ബാക്കിൽ കൂടെ ഞാൻ നടന്നു വരിക. ഇവിടെ നിന്നിട്ട് ചോദിച്ചു, എന്തേ ഇവിടെ കിടക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. നല്ല രസമുള്ള ശബ്ദമാണ്, എന്നാ വാ എന്നും പറഞ്ഞ് വിളിച്ചു. ആ വിളിക്കുന്ന ശക്തി കൊണ്ട് ഞാൻ അറിയാണ്ട് അവിടെ നിന്ന് എണീറ്റ് പോവാണ്. ആ എണീറ്റ് കൂടെ 2 സ്റ്റെപ്പ് നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എടാ ഞാനല്ലല്ലോ എണീറ്റേന്ന്. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനവിടെ മരിച്ചു കിടക്കുക. ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. കാണാൻ പറ്റുന്നുണ്ട് അവിടെ കിടക്കുന്നത്. ഞാനവിടെ മരിച്ചു കിടക്കുകയാണ്. എൻ്റെ പറയുമ്പോഴേ എനിക്ക് ഇപ്പോഴും ഗൂസ് ബംസ് വരുന്നു, എൻ്റെ കണ്ണ് നിറയാം. അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം എല്ലാം പോയി. ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്തു, ഇവിടെ വരണ്ടായിരുന്നു. അപ്പോഴും ആദ്യം തോന്നിയ അതേ അനുഭവമാണ്. മരിച്ചു ഉറപ്പിച്ചു. എൻ്റെ ശരീരം അവിടെ കിടക്കുക, ആസ്ട്രൽ ബോഡിയാണ് മൂവ് ചെയ്യണത്. ഈ വ്യക്തിയെ കാണാൻ പറ്റുന്നുണ്ടോ? ആ വ്യക്തി കാണാനല്ല, എൻ്റെ മുന്നിൽ പോവാണ്. ചന്ദ്രന്റെ പ്രകാശം കൊണ്ട് എനിക്ക് ആ വ്യക്തി ഒരു ബ്ലാക്ക് ആയിട്ടാ തോന്നണുള്ളൂ, വേറെ ഒന്നും മനസ്സിലാവണില്ല. നേരത്തെ വ്യക്തിയല്ല, അല്ല, ഇത് വേറൊരു വ്യക്തിയാണ്. എനിക്ക് രൂപം ഒന്നും ക്ലിയർ ആവണില്ല. ഇനിയാണ് പറയാൻ പോണ രഹസ്യം കേൾക്കേണ്ടത്. ഇദ്ദേഹം എന്നെ എങ്ങനെ വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഗുഹയുടെ ഉള്ളിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട്, അപ്പോൾ എനിക്ക് പോകണ്ടെന്നുണ്ട്. ഈ പശുവിനെയൊക്കെ കയറ് കെട്ടി വലിക്കില്ലേ, അപ്പോൾ പശു പിന്നോട്ട് ഇങ്ങനെ വലിക്കൂലോ, വന്നില്ല എന്നുള്ളതിൽ. അതേപോലെ എനിക്കും ഇത്രയും അനുഭവം ഉണ്ടായിട്ടും മരണവേദന എന്ന് പറയുന്ന ദുഃഖം എനിക്കങ്ങോട്ട് സഹിക്കണില്ല. എന്നെ കൊണ്ടുപോകല്ലോ, എനിക്ക് തിരിച്ചു പോകണം, എൻ്റെ ബോഡിയിലേക്ക് ഒന്ന് കയറട്ടെ എന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഈ ശബ്ദം വെളിയിലുണ്ടോ, ആരെങ്കിലും കേൾക്കണ്ടോ ഒന്നും. ഇത് രാത്രിയാണ്. എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവാണ്. വലിക്കണ ഫിസിക്കലി ഒന്നുമില്ല, വാ എന്ന് പറഞ്ഞ ശബ്ദത്തിൻ്റെ പവറിൽ ഞാൻ കൂടെ പോവാണ്. അകത്ത് ചെന്ന് ഗുഹയുടെ ഉള്ളിൽ ചെന്നു. ഗുഹയുടെ ഉള്ളിൽ ചെന്നിട്ട് കാണുമ്പോഴാണ് ഞാൻ 1.5 ദിവസം മുമ്പ് ഇരുന്ന് ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ആ ധ്യാനത്തിൽ ഞാൻ ഇരിപ്പുണ്ട്. എൻ്റെ ആസ്ട്രൽ ബോഡി ആയിരുന്നു അതിലെ മുഴുവൻ കറങ്ങി നടന്നു. എൻ്റെ ശരീരബോധം നഷ്ടപ്പെട്ടതാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത്. എന്നെ കാണിച്ചു തരുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു ആശ്വാസം വന്നു, എടാ അത് ഞാൻ മരിച്ചതല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ടാണ് അതിലും വലിയ രസം. നേരെ എന്നെ വിളിച്ചുകൊണ്ട് പോയത് ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവിൻ്റെ അവിടെ ഇരിക്കുന്ന രൂപം ഞാൻ കണ്ടു. ഇതിങ്ങനെ താടി നീണ്ട് വെളുത്ത ഇത്രയും നീളത്തിൽ താടിയോട് കൂടിയ ഗുരുദേവൻ അവിടെ ഇരിക്കുകയാണ്. ഈ വിളിച്ചുകൊണ്ട് പോയതും ഗുരുദേവനാണ്. ഒരു കാലചക്രത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതായത് ആ സമയത്ത് കാണുന്ന ഗുഹയല്ലാതെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറയാം ടൈം മെഷീൻ എന്ന് പറയും. ഇത് അതൊന്നും പറഞ്ഞാൽ കറക്റ്റ് അല്ല. കാലചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയമെൻഷനിലല്ലാതെ ഞാൻ ഇവിടെ പറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത് ഈ 3rd ഡയമെൻഷനിലും അവിടെ കിടന്ന് ഞാൻ മറ്റൊരു ഡയമെൻഷനിലും കൂടെ ട്രാവൽ ചെയ്ത ഗുരു വേറൊരു ഡയമെൻഷനിലാണ്. സോ ഈ ഡയമെൻഷനിലുള്ള വ്യക്തി എനിക്കൊരു ഷാഡോ പോലെ കാണാൻ പറ്റുന്നുള്ളൂ. എനിക്ക് ഈ ഗുരുവിനെ ഗുരുവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഗുരു എന്നെ കൊണ്ടുപോയി അതേ ഡയമെൻഷനിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ 3 രൂപങ്ങളെ എനിക്ക് കാണാൻ പറ്റിയത്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന് പറയുന്ന 3 അവസ്ഥയും ഞാൻ അവിടെ അനുഭവിക്കുകയാണ്. അവിടെ ഇരുന്നൊരു ഏകദേശം ടൈമിൻ്റെ ആ സ്പേസ് നോക്കാമെന്നുണ്ടെങ്കിൽ ആ ഇരുന്ന സമയം മുതൽ അവരെ വരെ ഒരു 3.25 മണിക്കൂർ അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അതായത് ഗുരു എനിക്ക് ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട പല ഏടുകളും ചുണ്ടുകൊണ്ട് പറയല്ല, വളരെ ഫാസ്റ്റായിട്ട് ആ ജീവിത ചരിത്രം എൻ്റെ ഉള്ളിൽ അനുഭവിച്ചറിയാണ്. അത് കഴിഞ്ഞിട്ട് ഗുരുദേവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി, സൂര്യൻ നിൻ്റെ തൃക്കണ്ണിൽ കയറ്റുകയാണ്. വാചകം ഇതല്ല, പറഞ്ഞത് വേറൊരു ഭാഷയാണ്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. സൂര്യന് നിൻ്റെ തൃക്കണ്ണിലേക്ക് എടുക്കുക. തൃക്കണ്ണെന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. സൂര്യൻ ഇവിടെ കയറ്റണമെങ്കിൽ എനിക്കറിയാൻ പാടില്ല, ഞാൻ ഇതുവരെ അഭ്യസിച്ചിട്ടുമില്ല. ഗുരുദേവൻ എന്നിട്ട് അപ്രത്യക്ഷമായി പോയി. അവിടെ ഇരുന്ന് ഞാൻ കൊണ്ടുപോയ അവല് ഗുരുദേവൻ തിന്നു. ഇതിൻ്റെ ഒരു രസം പറയാം. റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പോലെ നമുക്ക് അവിശ്വസനീയമാണ് കേട്ടാ. ഞാൻ ഗുരുവിന് ഓഫർ ചെയ്യാണ്, അവല് കഴിച്ചോളാൻ പറഞ്ഞു. ഗുരു എൻ്റെ പാത്രം തുറന്നു, അവലിങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹെവി വിൻഡാണ്, ഒരു സ്പൂണ് പോലും നമ്മുടെ വായിലേക്ക് പോകില്ല, അതിൻ്റെ ഉള്ളിൽ. പക്ഷേ ഗുരു കഴിക്കണു, കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട്. എനിക്ക് ഗുരു തന്നു, ഞാൻ എടുത്തപ്പോൾ ഒക്കെ കാറ്റ് കൊണ്ടുപോകാം. ഒരു സ്പൂണ് പോലും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ അടച്ചു വെച്ചു. ഗുരു പോയ ശേഷം ഞാൻ കാലത്ത് പാത്രം നോക്കി, ഗുരു കഴിച്ച ഭാഗം ഈ ശർക്കര ഇട്ട് വിളയിച്ചായതുകൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റിയത്. ഗുരു കഴിച്ച ഭാഗം കൃത്യമായിട്ട് പൊട്ടിയിട്ടുണ്ട്. എടുത്ത അളവ് കറക്റ്റാണ്. ഞാൻ എടുത്ത് മുഴുവൻ താഴ്ച. ശ്രീനാരായണ ഗുരുവാ. നേരെ മുന്നിലിരിക്കുമ്പോൾ പിന്നെ കണ്ടുകൂടെ? അല്ലല്ല, ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് അവിടെ കണ്ടത്. ഞാനാ? അയ്യോ, ഞാൻ എന്തിനാ ചോദിക്കുന്നത്? എനിക്ക് ആകപ്പാടെ എന്താ പറഞ്ഞ ഒരു വല്ലാത്ത അനുഭൂതിയിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അതായത് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു ഇത് നമ്മൾ ഈ കാണുന്ന ആശ്ചര്യമല്ല അവിടെ, അതൊരു അനുഭൂതി തലമാണ്. എങ്കിലും ഗുരുജിക്ക് സംശയം വരുമല്ലോ, ഇത് ആരാണ്? ഒരിക്കലും വളരെ സ്പഷ്ടമാണ്. അതായത് സൂര്യന് നമുക്ക് എപ്പോഴും സൂര്യനാണെന്ന് സംശയം തോന്നുന്നു? ഇല്ലില്ല. ഇത് അതുപോലെയാണ്, ഒന്നിനും ഒരു സംശയമില്ല. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ നോളജ് പെർഫെക്റ്റ് ആണ്.
ആ തൃക്കണ്ണിലേക്ക് കയറ്റാൻ പറഞ്ഞിട്ട് ഞാൻ പോയി ഇരിക്കുന്നത് എവിടെ, എനിക്ക് സൂര്യൻ എവിടെ കിട്ടുന്ന തൃക്കണ്ണി കയറ്റേണ്ട എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ മുകളിൽ വേറൊരു, അപ്പോൾ അന്ന് തലേദിവസം മുഴുവൻ കൊണ്ട് എന്നെ കുറേ സാധനം കാണിച്ചു തന്നു. അന്ന് എന്നെ ഒരു കല്ലിൻ്റെ ഇങ്ങനെ ഹൈറ്റിലേക്ക് തൂക്കനായിട്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട് മരുത്വാമലയുടെ മുകളിൽ ടുവേഴ്സ് ഈസ്റ്റ് എൻഡിലേക്ക് പോകുമ്പോൾ. ആ പാറയുടെ മുകളിൽ അദ്ദേഹം എന്നെ കൊണ്ടുവരുത്തി സംസാരിച്ച ഒരു വിഗ്രഹം വയ്ക്കുന്ന സ്ഥലമാണോ? ആ വിഗ്രഹം കഴിഞ്ഞിട്ട് വീണ്ടും പോകണം. ശരി. അപ്പം അതിലൂടെ ഞാൻ എന്നിട്ട് നടന്ന് കയറുകയാണ്. അപ്പം എന്നെ തലേ ദിവസം ഒരാൾ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയതാണ്. ഞാൻ അവിടെ പോയി ചെല്ലുമ്പോൾ സൂര്യൻ പതുക്കെ പൊങ്ങി വന്നുള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുക. അപ്പം ആ തലേ ദിവസം കണ്ട പുള്ളി എൻ്റെ തോളത്ത് തട്ടിയേച്ച് പറയാം, സൂര്യനെ തൃക്കണ്ണിലേക്ക് എടുക്കുകയെന്ന് പറഞ്ഞു. ഇപ്പം ആ ആൾ വന്നല്ലോ എന്ന് നമുക്കൊന്നും മാജിക്കോ അത്ഭുതം ഒന്നും അല്ല തോന്നുന്നു. നമ്മൾ ഓരോ സമയവും ഡയമെൻഷൻ ചേഞ്ച് ചെയ്യണു, നമുക്കെല്ലാം റിയലിസ്റ്റിക് ആണ്, അതിനകത്തൊന്നും അത്ഭുതമില്ല. ഇപ്പോൾ ഗുരുദേവനായിട്ട് സംസാരിക്കുമ്പോഴും ഗുരുദേവൻ സമാധിയായ ഗുരുവാണെന്നോ ഇല്ലാത്ത ഗുരുവാണെന്നോ ഒന്നും തോന്നണില്ല. ആ ഗുരുവിൻ്റെ ഇറയിൽ അതേ കാലഘട്ടത്തിൽ ഗുരുവിനോടൊപ്പം ഞാൻ ഇരിക്കുന്ന ഒരു ഫീലാണ്. ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് അത്ഭുതമില്ലല്ലോ. അതുപോലെ തന്നെ എനിക്കൊരു അത്ഭുതം തോന്നണില്ല, പക്ഷെ ഭയങ്കര ആനന്ദാനുഭൂതിയിലാണ് ഇരിക്കണം. ഞാൻ സൂര്യൻ്റെ അവിടെ തൃക്കണ്ണിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തന്നെ അടഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രത്യേക മുദ്ര പിടിക്കാൻ തുടങ്ങി. ഞാനല്ല പിടിക്കണത്, അത് എൻ്റെ ആസ്ട്രൽ ബോഡിയാണ് പിടിക്കണത്. പിന്നെ അതിനുശേഷം ആ സൂര്യനെ തൃക്കണ്ണിൽ കയറ്റാൻ വേണ്ടിയിട്ടൊരു ഇരിപ്പാറുന്നു. ആ സൂര്യൻ വന്ന് 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 എൻ്റെ ഇത്ര അകലെ വരെ എത്തി. അകലെയല്ല, ഇത്ര അടുത്ത് വരെ എത്തി. ഇത്ര അടുത്തെത്തിയപ്പോഴേക്കും എനിക്ക് ഉള്ളിൽ ഭയങ്കര ഭയം വന്നു. കാരണം സൂര്യന് ചൂടല്ല, അതിഭീകരമായ തണുപ്പ്, ഒരു ഭയങ്കര അനുഭൂതി, ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. ഞാൻ അറിയാണ്ട് കണ്ണു തുറന്നു, ജിം അതേ പൊസിഷനിൽ നിന്നു. അതിനുശേഷമാണ് പിന്നീട് സൂര്യനെ തൃക്കണ്ണിലെടുക്കലും ബാക്കിയുള്ള പ്രാക്ടീസിങ്ങും ഇതിലൂടെയൊക്കെ കടന്നുപോയത്. ഇതിപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഇതൊരു തോന്നലാണ്, ഒരു ഹാലുസിനേഷൻ ആണ്. ഒരിക്കലുമല്ല. ഇത് ഒരു ഹാലൂസിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളില്ലേ, ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ 30 മുക്കോടി ദൈവങ്ങളെയും കാണിച്ചു തരാം. ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ടൊരു ക്രിസ്ത്യൻ ഫാമിലി ഉണ്ട്. അവർക്ക് എങ്ങനെയാണ് ഹിന്ദു ദൈവങ്ങളെ ഹാലൂസിനേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത്? അവർ ക്രിസ്ത്യൻ യേശുദേവനെ കണ്ടു, യേശുദേവൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, എന്നിട്ട് അവർക്ക് സംശയം തീരാൻ വേണ്ടി അവർ പറഞ്ഞു എനിക്ക് ഹിന്ദു ദൈവങ്ങളെ കാണണം. അങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, പിന്നെ ഒരു അതിരുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാമിലിയുടെ അഡ്രസ്സ് തരാൻ, നിങ്ങൾ പോയി ഇൻ്റർവ്യൂ എടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ബ്ലാസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ് അവർക്കുള്ളത്. ഓക്കെ. അവിടെ നിന്ന് പിന്നെ നിങ്ങൾ തിരിച്ചിറങ്ങി വരുന്നതും? തിരിച്ചിറങ്ങി പോരുമ്പോൾ മുഴുവൻ ഞാൻ ആ സൂര്യനെ നോക്കിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്നു. ഒരു സ്റ്റെപ്പ് പോലും ഞാൻ നോക്കണില്ല. ഇറങ്ങിപ്പോരുന്നതിൻ്റെ ഒരു ഡിസ്കംഫർട്ടില്ല. ആ മല കയറിപ്പോയ ബുദ്ധിമുട്ട് ഞാൻ അറിയണില്ല. സൂര്യൻ എൻ്റെ ഒപ്പം ഇങ്ങനെ യാത്ര ചെയ്യുക. ഞാൻ താഴെ ഇറങ്ങി അവിടെ ചെന്നു, ആശ്രമത്തിൽ നിന്നു, സാധനങ്ങളൊക്കെ അവിടെ അല്പം അവിടെ വിശ്രമിച്ചു. ആ തറയിലാണ് കിടന്നു, പായ പോലും എനിക്ക് ബെഡോ കിടക്കോ ഒന്നുമില്ല. ആശ്രമത്തിൽ താഴെ കിടന്നു. എനിക്ക് ഒന്നിനോടും ആരോടും ഒരു പരിഭവമില്ല. ഇച്ചിരി കഞ്ഞിയായിട്ട് അവിടെ നിന്ന് കുടിച്ചു എന്ന് തോന്നും. ഞാൻ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം ഇന്ന് വരെ ഞാനിങ്ങനെ ഒരു വേറൊരു ടൈം ആൻഡ് സ്പേസിലാണ് ജീവിക്കുന്നത്.